ശബരിമല സ്വർണ്ണക്കവർച്ചയ്ക്ക് പിന്നാലെ പഞ്ചലോഹ വിഗ്രഹക്കടത്ത് സംബന്ധിച്ച നിർണായക വിവരങ്ങളും പുറത്തു. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുമായി ബന്ധമുള്ള പ്രവാസി വ്യവസായി പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയിലാണ് വിഗ്രഹക്കടത്തിനെക്കുറിച്ചുള്ള വിവരങ്ങളുള്ളത്. 4 പഞ്ചലോഹ വിഗ്രഹങ്ങൾ കടത്തിയെന്നാണ് വ്യവസായിയുടെ വെളിപ്പെടുത്തൽ. വിഗ്രഹങ്ങൾ വാങ്ങിയത് ഡി മണി എന്നറിയപ്പെടുന്ന ചെന്നൈ സ്വദേശിയാണെന്നും ഇടനില നിന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്നുമാണ് മൊഴി. സ്വർണ്ണക്കടത്ത് കേസിലെ അന്വേഷണം നീളുന്നത് അന്താരാഷ്ട്ര ബന്ധങ്ങളിലേക്കാണ്. എല്ലാ വശങ്ങളും പരിശോധിക്കാനാണ് SITയുടെ തീരുമാനം. ശബരിമലയിൽ നിന്നാണോ പഞ്ചലോഹ വിഗ്രഹങ്ങൾ കടത്തിയെന്നുൾപ്പെടെ അന്വേഷിക്കും. പഞ്ചലോക വിഗ്രഹക്കടത്ത് സംബന്ധിച്ച് നിർണായക മൊഴിയാണ് വ്യവസായി നൽകിയത്. മൊഴിയുടെ അടിസ്ഥാനത്തിൽ ശബരിമലയിൽ നിന്നാണോ വിഗ്രഹങ്ങൾ കടത്തിയതെന്നുൾപ്പെടെ അന്വേഷിക്കും. സ്വർണ്ണ കവർച്ച കേസിലെ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടനിലക്കാരനായെന്നും വിഗ്രഹങ്ങൾ വാങ്ങിയത് ഡി മണി എന്നറിയപ്പെടുന്ന ചെന്നൈ സ്വദേശിയുമാണെന്നാണ് മൊഴിയിൽ പറയുന്നത്. 2019-20 കാലഘട്ടത്തിൽ വിഗ്രഹക്കടത്ത് നടന്നതായാണ് വ്യവസായി പറഞ്ഞിരിക്കുന്നത്. ഡി മണി ആരാണ് എന്നതിനെക്കുറിച്ചും SITക്ക് വിവരം കൈമാറിയിട്ടുണ്ട്. 2020 ഒക്ടോബർ 26-ന് ഡി മണി തിരുവനന്തപുരത്ത് നേരിട്ടെത്തി ശബരിമലയുമായി അടുത്ത ബന്ധമുള്ള ഉന്നതന് പണം കൈമാറിയെന്നാണ് വിവരം. ഉണ്ണികൃഷ്ണൻ പോറ്റിയും സ്ഥലത്തുണ്ടായിരുന്നു. തിരുവനന്തപുരത്തെ സ്വകാര്യ ഹോട്ടലിലെത്തി കച്ചവടമുറപ്പിച്ച് പണം കൈമാറി. തുടർന്ന് 4 ഘട്ടങ്ങളിലായി പഞ്ചലോക വിഗ്രഹങ്ങൾ കൈമാറിയെന്നാണ് മൊഴിയിൽ പറയുന്നത്. വ്യവസായി പരാമർശിച്ച ഡി മണി പുരാവസ്തു കടത്ത് സംഘത്തിന്റെ ഭാഗമാണെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന വിവരം. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ പുരാവസ്തു കടത്ത് സംഘത്തിന് ബന്ധമുണ്ടെന്ന ആരോപണവുമായി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയാണ് ആദ്യം രംഗത്തെത്തിയത്. വിദേശത്തുള്ള ഒരു വ്യവസായിയാണ് വിവരം നൽകിയതെന്നും ചെന്നിത്തല പറഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് SIT വ്യവസായിയുടെ മൊഴി രേഖപ്പെടുത്തിയത്. സ്വർണ്ണക്കൊള്ളയിൽ ദുരൂഹത വർദ്ധിപ്പിച്ചിരിക്കുകയാണ് വ്യവസായിയുടെ മൊഴി. അതേസമയം കേസിൽ സ്വർണ്ണ വ്യാപാരി നാഗ ഗോവർദ്ധന്റെ 2 ജാമ്യാപേക്ഷകളിൽ ഹൈക്കോടതി റിപ്പോർട്ട് തേടി. മറുപടി നൽകാൻ SITക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജാമ്യാപേക്ഷ അവധിക്കാലത്തിന് ശേഷം കോടതി പരിഗണിക്കും. News 18 തിരുവനന്തപുരം.